നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിമാനാപകടത്തിൽ മരിച്ചവരുടെ മുഴുവൻ ശരീരഭാഗങ്ങളും കണ്ടെത്തി നൽകുക എളുപ്പമല്ല. എന്നാൽ ശരീരത്തോട് പറ്റിപ്പിടിച്ച ഒരു നൂലാണെങ്കിലും അത് ബന്ധുക്കൾക്ക് നൽകിയിരിക്കും. 270-ലേറെ പേർ മരിച്ച എയർ ഇന്ത്യ അപകടവുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട നോഡൽ ഓഫീസറായ ഗുജറാത്ത് കേഡറിലെ മലയാളി IAS ഉദ്യോഗസ്ഥൻ അരവിന്ദ് വിജയൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരുടെ കത്തിക്കരിഞ്ഞ ഭാഗങ്ങൾ സ്വീകരിക്കാൻ എത്തുന്നവരെ ആശ്വസിപ്പിക്കാൻ സൈക്കോളജിസ്റ്റുകളെ വരെ അണിനിരത്തിയിട്ടുണ്ട്. അങ്ങേയറ്റം വൈകാരികമായ ജോലിയാണ് ഏറ്റെടുത്തതെന്ന് ധനകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയും ഗുജറാത്ത് ഇൻഫർമാറ്റിക് ലിമിറ്റഡ് MD-യുമായ അരവിന്ദ് വ്യക്തമാക്കി. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ മരിച്ചവരുടെ മുഴുവൻ ശരീരവും കിട്ടാനിടയില്ലാത്തതിനാൽ 3 ഓപ്ഷനുകളാണ് ബന്ധുക്കൾക്ക് നൽകുന്നത്. ഒന്ന്, ലഭ്യമായ ഭാഗങ്ങൾ അന്ത്യകർമ്മങ്ങൾക്കായി കൊണ്ടുപോവുക. ബാക്കിയുള്ളവ തിരിച്ചറിയുമ്പോൾ സ്വീകരിക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ പിന്നീട് കിട്ടുന്നവ സംസ്കരിക്കാൻ ആശുപത്രിയെ ചുമതലപ്പെടുത്തുക എന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ മുഴുവൻ ഭാഗങ്ങളും കിട്ടുന്നതുവരെ കാത്തിരിക്കുക എന്നതാണ്. കൂടുതൽ ആളുകളും ആദ്യം കിട്ടുന്ന ഭാഗങ്ങൾ സ്വീകരിക്കുകയും മറ്റുള്ളവ സംസ്കരിക്കാൻ ആശുപത്രിയെ ചുമതലപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. മൃതദേഹത്തോടൊപ്പമുള്ള വാച്ച്, വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ, ആഭരണങ്ങൾ, ഷൂസ് തുടങ്ങിയവ കത്തിക്കരിഞ്ഞ നിലയിലാണെങ്കിലും കവറിലാക്കി നൽകും. DNA പരിശോധനയിൽ ലഭിക്കുന്ന മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പോസ്റ്റ്മോർട്ടം റൂമിലാണ് അവശിഷ്ടങ്ങൾ പെട്ടിയിലാക്കി നൽകുന്നത്. അവ അവിടെ വെച്ച് ബന്ധുക്കളെ കാണിക്കുകയില്ല. പിന്നീട് തുറക്കരുതെന്നും ബന്ധുക്കളെ ഉപദേശിക്കും. മരണ സർട്ടിഫിക്കറ്റ്, പോലീസ് രേഖ, വിമാനത്തിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എംബാം രേഖ തുടങ്ങി 5 സർട്ടിഫിക്കറ്റുകൾ കൈമാറും. എയർ ഇന്ത്യ അപകടവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട IAS ഉദ്യോഗസ്ഥൻ അരവിന്ദ് 2014-ലാണ് IAS-ൽ പ്രവേശിച്ചത്. കൂടാതെ പാടൻ ജില്ലാ കളക്ടർ എന്ന നിലയിൽ പൊതു തെരഞ്ഞെടുപ്പ് മികച്ച രീതിയിൽ നടത്തിയതിന്റെ പുരസ്കാരവും അദ്ദേഹം നേടിയിട്ടുണ്ട്. അതേസമയം അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പുല്ലാട് സ്വദേശിനി രഞ്ജിത G നായരുടെ DNA പരിശോധന പൂർത്തിയായിട്ടില്ല. രഞ്ജിതയുടെ സഹോദരൻ രതീഷും ബന്ധു ഉണ്ണിയുമാണ് അഹമ്മദാബാദിൽ ഉള്ളത്. ശനിയാഴ്ചയാണ് DNA പരിശോധനയ്ക്കായി രതീഷ് രക്തം നൽകിയത്. DNA ടെസ്റ്റ് പൂർത്തിയായി ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ അതും ബന്ധുക്കളെ കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ടേ മൃതദേഹം കൈമാറുകയുള്ളൂ.